ഞാൻ നൈനികയുടെ ഫാദറാണ്. ഏകദേശം 2 വർഷത്തോളമായി നൈനികയെ സ്കൂളിൽ ചേർത്തിട്ട്. വി ആർ ട്രൂലി ഹാപ്പി. നമ്മൾക്ക് ശരിക്കും വ്യത്യാസം കണ്ടത് നൈനികയുടെ കോൺഫിഡൻസ് ലെവലാണ്. അവൾക്ക് ആദ്യം ഭയങ്കര ഷൈ ആയിരുന്നു. ഒരു സ്ട്രേഞ്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വലിയൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാനോ ഒരു സ്റ്റേജിൽ പോയി എന്തെങ്കിലും ഒരു പാട്ട് പാടാനോ എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിലും അവൾക്ക് അങ്ങനത്തെ ഒരു ഫിയർ ഇപ്പം ഇല്ല. പിന്നെ ഈ സ്കൂളിനെ കുറിച്ച് നമുക്ക് തോന്നിയത് സിലബസിൽ മാത്രമല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, അവർ കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനാണെങ്കിലും ലൈഫ് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിലും ഒരു സോഷ്യൽ ബിഹേവിയർ എല്ലാം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് എവറി ഫെസ്റ്റിവൽ, എവറി സ്പെഷ്യൽ ഡേയ്സ്, ചിലപ്പോൾ നമ്മൾ പോലും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഡേയ്സ് ആയിരിക്കും അവർ ഇന്ന ദിവസം ഇന്ന ഡേ ആണ്, അപ്പോൾ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ പരിപാടികളാണ് ഓർഗനൈസ് ചെയ്യണത്. കുട്ടികൾക്കൊരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഈച്ച് ആൻഡ് എവറി ഫെസ്റ്റിവൽ ആൻഡ് സ്പെഷ്യൽ ഡേയ്സ് ദേ ആർ സെലിബ്രേറ്റിംഗ്. അതൊരു നല്ലൊരു ഇതായിട്ട് നമ്മൾക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ ടീച്ചേഴ്സും കുട്ടികൾക്ക് വേണ്ടി ഇടുന്ന എഫേർട്ട്, മെയിൻലി ദിസ് ഉഷ മാം ആൻഡ് സുധീർ സാർ, അത് നമുക്ക് നമ്മൾക്ക് കമന്റബിൾ തന്നെയാണ് അവരുടെ ആ എഫേർട്ട്. കാര്യം കുട്ടികൾ അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടും ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവലും ഇൻക്രീസ് ചെയ്യാൻ നക്ഷത്ര പ്രീ സ്കൂൾ കൊണ്ട് തന്നെയാണ് സാധിച്ചത്. സോ നമ്മൾ നൈനികയ്ക്ക് വേണ്ടി എടുത്ത നല്ല ഡിസിഷനിൽ ഒന്നായിരുന്നു നക്ഷത്ര പ്രീ സ്കൂൾ എന്ന് പറയുന്നത്. താങ്ക് യു.